അപ്പോൾ നമ്മുടെ ഈ എക്സസൈസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ ജമ്പിംഗ് ജാക്സ് ഒരു പക്ഷേ പലർക്കും പൂർണ്ണമായിട്ടും ചെയ്യാൻ കഴിയില്ലായിരിക്കും. പക്ഷേ കഴിയാന്നുള്ളിടത്തോളം ആൾക്കാർ അത് ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. ഈ ജമ്പിംഗ് ജാക്സിന്റെ പ്രത്യേകത നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗവും ഒരുപോലെ ചലിപ്പിക്കാൻ പറ്റുന്ന ഒരു എക്സസൈസാണ്. അപ്പർ പാർട്ട്, ലോവർ പാർട്ട്, സെൻട്രൽ പാർട്ട്. അപ്പൊ ഇതിന്റെ സമസ്ത മേഖലകളോട്ടും നമുക്ക് പ്രചോദനം കൊടുക്കാൻ സാധിക്കും. എങ്ങനെയാണ് പ്രചോദനം കൊടുക്കുക? നമ്മുടെ ശരീരത്തിന്റെ ആന്തരികമായിട്ടുള്ള അവയവങ്ങളുമുണ്ട്, ബാഹ്യമായിട്ടുള്ള അവയവങ്ങളുമുണ്ട്. ബാഹ്യമായിട്ടുള്ള അവയവങ്ങൾ ഒരു പക്ഷേ ഒരു പരിധി വരെ നമ്മൾ പറയുന്നതിനനുസരിച്ച് ചലിപ്പിക്കാനും നിയന്ത്രിക്കാനും കഴിയും. ആന്തരികമായിട്ടുള്ള അവയവങ്ങൾക്ക് അവർ സ്വന്തം നിലയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ആന്തരിക അവയവങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രചോദനവും കൂടിയാണ് നമ്മൾ ഈ ചെയ്യുന്ന എക്സസൈസ്. ഏറ്റവും പ്രധാനപ്പെട്ട ജമ്പിംഗ് ജാക്സ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ ജമ്പിംഗ് ജാക്സ് ആത്മാർത്ഥതയോടുകൂടി ചെയ്ത് കഴിയുന്ന ഒരാള് നല്ലവണ്ണം രക്തഓട്ടം നമ്മുടെ ശരീരത്തിന്റെ നാനാഭാഗത്തും എത്തും. ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്വാസകോശം, ഹൃദയം, തലച്ചോറ്. ഇത് മൂന്നിനെയും കൂടെ ചേർത്ത് നമുക്ക് ട്രിപ്പോഡ് ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ മൂന്നിന്റെ ഉണർവിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ജമ്പിംഗ് ജാക്സ് പരമാവധി നമ്മളെ സഹായിക്കും. മാത്രവുമല്ല, മസിൽസിന്റെ ശക്തിക്കും എല്ലുകളുടെ ഉറപ്പിനും നാഡി ഞരമ്പുകളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാത്തിനും തന്നെ ഈ ജമ്പിംഗ് ജാക്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സസൈസാണ്. കഴിവതും എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ചികിത്സയുടെ ഭാഗമായിട്ട് ഡോക്ടർമാരെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ നിർദ്ദേശാനുസരണം വേണം എക്സസൈസ് ചെയ്യാൻ. ആവേശം കൊണ്ട് നമ്മൾ എടുത്തുചാടി ഒന്നും ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും പ്രധാനം നമ്മുടെ ശരീരമാണ്. നമ്മളൊരു രോഗം ഇല്ലാതിരിക്കാനുള്ള ഒരു അവസ്ഥ